Good morning. Good morning. നമ്മുടെ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തല്ലേ, ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 12. ഓക്കെ, നിങ്ങള് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിടോ. ചാപ്റ്റർ 12 ആണ് നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, പേജ് എടുത്ത് വെച്ചോ കേട്ടോ. 57, പേജ് നമ്പർ 57 ആണ്. ഓക്കെ, എല്ലാവരും ഒക്കെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറിയിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ അല്ല സർജറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ? ഇല്ല, നേഹ ഇല്ല, നിവേദ്യ ഇല്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എക്സ്പീരിയൻസ് ഉള്ള അനുമോള് ഉണ്ട് അല്ലെ? അമ്മമാരൊക്കെ ആണെങ്കിൽ അറിയാം, എന്തായാലും നമ്മള് ഡെലിവറി സംബന്ധിച്ച് അല്ലെ, സർജറിക്ക് ആണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളെ തിയേറ്ററിൽ കയറണം. അപ്പൊ കുറച്ച് പേർക്കൊക്കെ മരിയ, നെസി, കുറച്ച് പേരൊക്കെ എസ് എന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ തിയേറ്ററിൽ കയറുമ്പോ അറിയാം എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ എന്നുള്ളത് അല്ലെ. ഇനി കയറാത്തവര് വിഷമിക്കണ്ട, നമുക്ക് ആ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കടന്നു പോകാം കേട്ടോ. വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, ദൈവമേ കയറാതിരിക്കട്ടെ. നമ്മള് എന്താ പറയാ, നമ്മുടെ എന്താ ഡെലിവറിയുടെ ഭാഗം അല്ലാതെ വേറെ ആവശ്യങ്ങൾക്കും ഒക്കെ കയറേണ്ടി വരില്ലേ, അത് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും നല്ല കാര്യമാണ്. നമ്മൾ വലിയ തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോകുക തന്നെയാണ് കേട്ടോ, നല്ലത്. എന്തായാലും നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ, എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്, അവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ നമ്മുടെ പോളിസി, എന്തൊക്കെ പോളിസീസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്, പലതരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, പല സോണുകള്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, ഓപ്പറേഷൻ തിയേറ്റർ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ പ്ലേസ് where certain intrusive എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാക്കുന്ന, INTRUSIVE, ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാക്കുന്ന. അവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു മുറിവുണ്ടാക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്നത് അല്ലെ. അവരവിടെ ചെയ്യുന്നത് നമുക്ക് എന്താ, ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് അവരവിടെ അവിടുത്തെ നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സർജറി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, നമ്മുടെ ബോഡിയിൽ എവിടെയാണോ സർജറി ചെയ്യേണ്ടത് അവിടെ ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ ആ സെന്റൻസ്. ഡാഷ് ഈസ് എ പ്ലേസ് വെയർ സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ, നമുക്കറിയാം സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്ന പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്ന ഒരു പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഓപ്പറേഷൻസ്, അവിടെ എന്താ ഉദ്ദേശിച്ചത്? സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻസ് നടത്തുകയാണ് അല്ലെ, ഓപ്പറേഷൻസ് ചെയ്യുന്നു. ദാറ്റ് ഇൻവോൾവ്സ്, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇൻവോൾവ്സ് കട്ടിംഗ് ഇൻടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യന്റ് ബോഡി ടേക്ക് പ്ലേസ്. നമുക്കറിയാം ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു അല്ലെ. ബോഡി കട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. പേഷ്യന്റിന്റെ ബോഡിയിൽ ഒരു കട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സർജിക്കൽ പ്രൊസീജിയർ നടത്താണ്. അപ്പൊ നമുക്ക് ഏത് ഭാഗത്താണ് സർജറി ചെയ്യേണ്ടത്? ഇപ്പൊ എന്തെങ്കിലും എല്ലുകളോ എന്തെങ്കിലുമൊക്കെ പൊട്ടി ഒന്ന് വീണു, ആക്സിഡന്റ് ആയി ഒരു സർജറി നടത്തുന്നു പറഞ്ഞു. അപ്പൊ ഏത് ഭാഗത്താണ്? ഇപ്പൊ കയ്യിലാണെങ്കിൽ ചെയ്യണമെങ്കിൽ കൈയുടെ ഒരു മുറിവുണ്ടാക്കുന്നു അല്ലെ. മുറിവുണ്ടാക്കിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു? അത് അവിടെ സ്റ്റീല് കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട്, ആ ബോൺസുകൾ അകന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുള്ള ബോൺസുകളെയൊക്കെ എന്ത് ചെയ്യുന്നു? ആ സ്റ്റീൽ ഇത് ഉപയോഗിച്ചിട്ട് ഒക്കെ നേരെയാക്കി നെറ്റും ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കി എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് തുന്നി വെക്കുന്നു. അതല്ലേ ശരിക്കും ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. എന്താ? നമ്മുടെ ബോഡി ഇത് കട്ട് ചെയ്യും അല്ലെ, കട്ട് ചെയ്യാതെ നടക്കുമല്ലോ. നമ്മുടെ ബോഡി കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലെ ഉള്ളിലുള്ള കാര്യങ്ങള് അല്ലെ അത് പ്രോപ്പർ ആക്കുന്നു, അല്ലെങ്കിൽ അവിടെ സർജിക്കൽ പ്രൊസീജിയർ നടത്തുക ചെയ്യുന്നത്.
This may contain either minimally invasive procedure such as keyhole surgery. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു സർജറി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട് നമുക്ക് സർജറികൾ. സാധാരണ ഇത് നിങ്ങൾ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും കീഹോൾ സർജറി. കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ എന്താ? അത് മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. എന്താ മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ ആക്രമണാത്മകം കുറഞ്ഞ പ്രൊസീജിയർ അല്ലെ? അധികം കീഹോൾ ചെയ്തിട്ടുള്ളവര് അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ കീഹോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ വലിയ കട്ട് ചെയ്യൂല അവരല്ലേ, ഒരു ചെറിയൊരു ഹോളാ ഉണ്ടാക്കുള്ളൂ. അതാണ് കീ ഹോൾ. കണ്ടോ? ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെയാണ് സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്നത്. അതെങ്ങനെയാണ്? മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. കീ ഹോളിൽ എന്താണ് മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താ? കുറഞ്ഞ ആക്രമണാത്മകമായ, അല്ലെങ്കിൽ ആക്രമണാത്മകം അത്ര വലിയതല്ല അല്ലെ, വലിയ മുറിവോടെ ഉണ്ടാക്കുന്നില്ല അവര്. കുറഞ്ഞ ആക്രമണാത്മകമായ, അല്ലെങ്കിൽ ഒത്തിരി ഡേഞ്ചറസ് സംഭവങ്ങള് അല്ലെങ്കിൽ വലിയൊരു മുറിവ് ഉണ്ടാക്കുകയൊന്നും ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ സച്ചാസ് ഏതാണ്? കീഹോൾ സർജറി. കീഹോൾ സർജറി പോലെ ചെറിയ ആക്രമണാത്മകമായിട്ടുള്ള സർജറികൾ ചെയ്യാം. അവിടെ എന്താണ് ചെയ്യുന്നത്? കീഹോൾ സർജറിയിൽ എന്താ ചെയ്യുന്നത്? ക്യാമറാസ് ആൻഡ് ലാപ്രോസ്കോപ്പ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്രോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കീഹോൾ സർജറി ചെയ്യുമ്പോൾ അവിടെ ഏതാണ്? ലാപ്രോസ്കോപ്പ്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് കേട്ടോ ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് ക്യാമറ ഇതെല്ലാം എന്ത് ചെയ്യും? ഇൻസേർട്ടഡ് ത്രൂ എ സ്മോൾ ഇൻസെഷൻ. ഒരു ചെറിയ മുറിവുണ്ടാക്കും. ചെറിയ മുറിവുണ്ടാക്കിയിട്ട് ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ എന്താ കീഹോൾ സർജറി ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നു, അതിലൂടെ ഈ ലാപ്രോസ്കോപ്പ് അതിന്റെ അറ്റത്തൊരു ക്യാമറ ഉണ്ടാവും, നമുക്ക് കാണണ്ടേ പുറത്തുള്ളത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു ക്യാമറയും ആ ലാപ്രോസ്കോപ്പും ഒക്കെ ആ ചെറിയ മുറിവിൽ കൂടെ, ഇപ്പൊ വയറിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ അപ്പൻഡിക്സ് അത് അങ്ങനെയൊക്കെ ഉള്ള സർജറി കാര്യങ്ങളൊക്കെ ഇപ്പൊ കീഹോൾ വഴിയൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന് 2 സൈഡിലും, വയറിന്റെ 2 സൈഡിലും ചെറിയൊരു മുറിവ്, ഇതൊക്കെ കീഹോൾ പോലെ ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് ഈ ഏതാണ് ലാപ്രോസ്കോപ്പ് അത് അകത്തേക്ക് കടത്തി വിടും. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ സർജൻ എന്ത് ചെയ്യുന്നു? സർജൻ അപ്പൊ ആ ക്യാമറയിൽ കൂടെ, അതിന്റെ ടിപ്പില് ക്യാമറ ഉണ്ടല്ലോ, അപ്പൊ സർജൻ ആ ക്യാമറയിൽ കൂടെ ഉള്ളിലുള്ള കാര്യങ്ങള്, ആ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കാണാൻ പറ്റും. അല്ലാതെ ഫുള്ള് തുറന്നത് കാണുകയല്ല, ഫുള്ള് കട്ട് ചെയ്തിട്ടല്ല അവിടെ സർജറി ചെയ്യുന്നത്. ആ കീഹോളിലൂടെ ആ ഇൻസ്ട്രുമെന്റ്സ് കടത്തി വിട്ടിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കീഹോൾ സർജറിയിൽ അവിടെ സർജറി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതാകാം? അപ്പൊ ഒരെണ്ണം ഏതാ നമ്മൾ പറഞ്ഞത്? കീഹോൾ സർജറിയാണ് ഒരു മെത്തേഡ് അല്ലെ? സർജറി ചെയ്യുന്ന ഒരു മെത്തേഡാണ് കീഹോൾ സർജറി. ഇനി അല്ലെങ്കിൽ രണ്ടാമത്തെ ഏതാണ്? ഓപ്പൺ സർജറി. ഇപ്പോഴൊക്കെയല്ലേ ഈ കീഹോൾ സർജറി ഒക്കെ വന്നേ. പണ്ടുള്ളവർക്കൊക്കെ ഓപ്പൺ സർജറി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ അല്ലെ? കീഹോളൊക്കെ കണ്ടുപിടിക്കണേക്കാളും മുന്നേ ഓപ്പൺ സർജറി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ എന്താ? വെയർ ദ സർജൻ മേക്ക് എ ലാർജർ കട്ട് ഇൻ ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻ. വലിയ മുറിവുണ്ടാക്കും അല്ലെ? വലിയ മുറിവുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്റേണൽ ഓർഗനിലേക്ക് എത്തുന്നു. ഇപ്പൊ നമ്മള് ഈ കുട്ടികളൊക്കെ ഡെലിവറി സംഭവം അല്ലെ? അപ്പൊ അവിടെ നമ്മൾ സിസേറിയനൊക്കെ ഇതുപോലെ തന്നെ വലിയ ഒരു മുറിവുണ്ടാക്കിയിട്ടല്ലേ കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത്. അതൊക്കെ ഓപ്പൺ സർജറിയാണ്. ഇപ്പൊ ഹാർട്ടിനൊക്കെ ആണെങ്കിൽ ചിലര് ഓപ്പൺ സർജറി ചെയ്യുന്നുണ്ട്, ചിലര് ഇതുപോലെ തന്നെ കീഹോൾ പോലെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഓരോ സൗകര്യം അനുസരിച്ച്. എന്താ അതിനുള്ള ഒരു വ്യത്യാസം? ഇപ്പൊ ഓപ്പൺ സർജറി ആണെങ്കിൽ വലിയ മുറിവായിരിക്കും, അതുപോലെ നമുക്ക് വേദന ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ കുറെ റെസ്റ്റും വേണ്ടി വരും അല്ലെ? എന്നാൽ കീഹോൾ ആണെങ്കിൽ ഇത്തിരി വേദനയൊക്കെ കുറവായിരിക്കും, വലിയ മുറിവില്ല, അതുപോലെ റെസ്റ്റ് കുറവ് മതി. ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ എന്താ പറഞ്ഞേക്കണം? അപ്പൊ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഓപ്പൺ സർജറി ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ വലിയൊരു മുറിവുണ്ടാക്കുന്നു, എന്നിട്ട് ഇന്റേണൽ ഓർഗനിലേക്ക് എത്തുന്നു. ഇനി അവിടെ പറയുന്ന വേറെ ഒരെണ്ണം കൂടി പറയുന്നുണ്ട് നോക്കി. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത് ഏതാണ്? കീഹോൾ സർജറി, ഓപ്പൺ സർജറി. ഇനി ഒരെണ്ണം, പിന്നെ മൂന്നാമത്തെ ഒരെണ്ണമായിട്ട് ഇവിടെ പറയുന്നുണ്ട് റോബോട്ട് അസിസ്റ്റഡ് സർജറി, അല്ലെങ്കിൽ റോബോട്ടിക് സർജറി എന്ന് പറയും. റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഇവിടെ ആരോ സർജറി
സർജറി ചെയ്യുന്നത്? ആരാണ്? റോബോട്ടിക് ആംസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ട് സർജൻ സർജറി പെർഫോം ചെയ്യുന്നു. അതാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. എന്താണ്? റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സർജൻ സർജറി പെർഫോം ചെയ്യുന്നു. അപ്പൊ മൂന്നാമത്തെ ആയിട്ട് പറഞ്ഞേക്കുന്ന റോബോട്ട് അസിസ്റ്റഡ് സർജറി. Allow surgeon to perform certain procedure through small incision. ഇവിടെ ഇതുപോലെ ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് എന്താണ് ഈ റോബോട്ടിക് അസിസ്റ്റേഡ് എന്നാ പറഞ്ഞത്. അതായത് ആരാ അവിടെ സർജറി പെർഫോം? സർജൻ ഏത് വഴിയാണ്? റോബോട്ടിക് ആംസ് ഉപയോഗിച്ചിട്ടാണ് സർജറി പെർഫോം ചെയ്യുന്നത്. അതായത് ഈ റോബോട്ടിക് ആംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർജന്റെ കയ്യിൽ ഒരു ഈ ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ട് ആ സർജിക്കൽ ടൂൾസ് ഒക്കെ റോബോട്ടിക് ആംസിൽ വെച്ച് കൊടുക്കും. സർജന്റെ കൈ കൊണ്ട് നേരിട്ടല്ല സർജറി ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? ആ സർജറി ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ റോബോട്ടിക് ആംസിൽ എന്ത് ചെയ്യുന്നു? വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ സർജൻ അത് കൺട്രോൾ ചെയ്യുന്നത് സർജനാണ്. ഓക്കെ, അത് കൺട്രോൾ ചെയ്യുന്നത് സർജനാണ്. അപ്പൊ അതിനകത്ത് എന്താണ്? ക്യാമറയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് അത് എങ്ങനെ ചെയ്യണേ അല്ലെങ്കിൽ എന്താന്ന് കാണാനായിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കണ്ടോ? ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർജറികള്, ബ്ലോക്ക് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ബൈപ്പാസ് സർജറികള്, ഇതൊക്കെ റോബോട്ടിക് സർജറി, റോബോട്ടിക് ആംസ് അല്ലെങ്കിൽ റോബോട്ടിക് അസിസ്റ്റന്റ് സർജറിയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാരും അല്ല, അതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഓപ്ഷനാണ് ഏത് ടൈപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ നമ്മൾ പുരോഗമിക്കുന്നതിന്റെ അനുസരിച്ച്, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ഇപ്പോ ഇങ്ങനെയുള്ള ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബൈപ്പാസ് സർജറി പോലുള്ളത് റോബോട്ടിക് സർജറി ചെയ്യുന്നുണ്ട്. അവിടെ ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ. അധികം വലിയ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 3 തരത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് 3 കാര്യങ്ങളോ. ഒന്നാമത്തെ കീ ഹോൾ സർജറി പറഞ്ഞു, രണ്ടാമത്തെ എന്താണ്? ഓപ്പൺ സർജറി പറഞ്ഞു, മൂന്നാമത്തെ റോബോട്ട് അസിസ്റ്റഡ് സർജറി. അത് 3 പേരുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്ലിയർ ആണോ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്? ഓക്കെ, ഇനി നോക്കിയേ. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് റൂം. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂംസ്. ഏതാണ്? ഓപ്പറേറ്റിംഗ് റൂംസ്. അണ്ടർലൈൻ ചെയ്തോ. ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറഞ്ഞാലും ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. അതിന് ഷോർട്ട് ചെയ്തിട്ടാണ് OR എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിച്ചാൽ എഴുതാലോ OR, എക്സ്പാൻഡ് OR, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂംസ്. ഓപ്പറേറ്റിംഗ് റൂംസ് ഓർ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് OT എന്ന് പറയുന്നത്. കണ്ടില്ലേ? ആ നമ്മുടെ ഹെഡിങ്ങിൽ കണ്ടില്ലേ? ഓപ്പറേഷൻ തിയേറ്റർ ഷോർട്ട് ചെയ്തേക്കാണ് OT എന്ന് പറയുന്നത്. OR എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് റൂം ആണ്. ഓപ്പറേഷൻ തിയേറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങള്? നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ്. ഇനി അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, പരിസ്ഥിതി, ആ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നോക്കിയേ, ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്. എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്? ജെർംസ് ഒന്നും ഉണ്ടാവാൻ പാടുണ്ടോ? മൈക്രോബ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ? എന്ന് വെച്ചാൽ അവിടെ സർജറി കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഇൻസെക്ഷൻ, ഒരു ഇൻസെഷൻ അല്ലെങ്കിൽ മുറിവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് പെട്ടെന്ന് എന്താ ഇൻഫെക്ഷൻ വരും അല്ലേ? സാധാരണ ഇൻഫെക്ഷൻ വന്നേക്കാളും മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്നത് തന്നെ എന്താണ്? നമുക്ക് അവിടെ എന്താണ്? എപ്പോഴും ഒരു ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിൽ. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? എങ്ങനെയായിരിക്കണം? ജേം ഫ്രീ എൻവയോൺമെന്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ആണ് കേട്ടോ. സ്റ്റാഫിനെയാണ് പേഴ്സണൽ. ആ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ച്. PRSONNEL ആണ് സ്റ്റാഫ്. പേഴ്സണൽ.
should wear എന്ത് ധരിക്കണം എന്നാ പറഞ്ഞേക്കണേ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ് സ്ക്രബ്സ്. സ്ക്രബ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടും പാന്റൊക്കെ പോലെയുള്ള ക്ലോത്തിങ് ഇല്ലേ, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. അതായത് സാധാരണ നമ്മുടെ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടല്ലല്ലോ സർജറി ഒക്കെ ചെയ്യാനും അല്ലെ. ടീച്ചറിൽ അവർക്ക് വേറെ യൂണിഫോം ഇല്ലേ, അവരുടെ ഡ്രസ്സിന്റെ മുകളിൽ ഓവർകോട്ട് പോലെ ഉണ്ടല്ലേ, അതെങ്ങനെയായിരിക്കും സ്ക്രബ്സ് എന്നാ പറഞ്ഞേക്കണം. അതായത് പാന്റും ഷർട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളതാട്ടോ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ് സ്ക്രബ്സ്. അങ്ങനെയുള്ള ക്ലോത്ത്സ്. as well as shoe cover. അടുത്തതാണ് ഷൂ കവർ. ഷൂ കവർ എന്ന് പറഞ്ഞാൽ ഷൂവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാട്ടോ ഷൂ കവർ എന്ന് പറയുന്നത്. ഷൂവിനെ കവർ ചെയ്യുന്നത്, ഷൂവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോർമൽ ഷൂസിന്റെ മുകളിൽ ധരിക്കുന്നതാണ് ഷൂ കവേഴ്സ്. പിന്നെ മാസ്കുകൾ, മുഖത്ത് മാസ്കുകൾ വെക്കും. ക്യാപ്പ് അല്ലെ, തലമുടിയൊന്നും ഇതൊക്കെ ഇതാവാതിരിക്കാൻ ക്യാപ്പുകൾ ധരിക്കും. ഐ ഷീൽഡ്, കണ്ണടകൾ ധരിക്കും. ആൻഡ് അതർ കവറിംഗ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. ഇതൊക്കെ എന്തിനാ? ജേംസ് അത് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെ. നമുക്ക് ചില എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ മാസ്ക് ഒക്കെ വെക്കുന്ന പ്രൊട്ടക്ഷൻ അല്ലേ. അതായത് ജേംസ് ഒന്നും മറ്റുള്ളവരിലേക്ക് വരാൻ പാടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, സർജറി ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഡോക്ടറും നേഴ്സും ഒക്കെ അല്ലെ ക്യാപ്പും അതുപോലെ തന്നെ മാസ്കും ഡ്രസ്സും ഒക്കെ ധരിച്ചു നിൽക്കുന്നത് അല്ലെ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ് അല്ലെ. ജേംസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. എന്തൊക്കെയാണ് അവർ ധരിക്കണേന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. സ്ക്രബ്സ്, ഷൂസ് കവർ, മാസ്ക്, ക്യാപ്പുകള്, ഐ ഷീൽഡ് ആൻഡ് അതർ കവറിംഗ്. എന്തിനു വേണ്ടി? ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. ആ ജേംസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി. ദ ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കോൾഡ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? ലൂമിനസ്. ലൂമിനസ് എന്ന് പറഞ്ഞാൽ എന്താ? തിളക്കമുള്ളതായിരിക്കണം. തിളക്കമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല ലൈറ്റ് ഒക്കെ വേണ്ടേ അല്ലെ. ഒരു ഡിം ലൈറ്റ് ഒന്നും പറ്റോ? നമുക്ക് സർജറി വളരെ ക്ലിയർ ആയിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് കാണണം അല്ലേ. അതുകൊണ്ട് എങ്ങനെയാണ്? നല്ല ലൂമിനസ്, നല്ല പ്രകാശം വേണം അവിടെ. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി വെരി കൂൾ. കണ്ടോ, ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കൂളായിരിക്കണം. ഒരു തണുത്ത ഒരു അന്തരീക്ഷമായിരിക്കണം. നമ്മൾ പറയില്ല എ സി ഒക്കെ വേണ്ടേ, എ സി ഒക്കെ ഒരു തണുത്ത ഒരു അന്തരീക്ഷം ആയിരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻ. കണ്ടോ, ഞാൻ അടുത്ത് എ സി വേണമെന്ന്. ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയായിരിക്കണം? അത് ഓപ്പറേഷൻ റൂം ഷുഡ് ബി എയർ കണ്ടീഷണർ. എന്തിനു വേണ്ടിയാ എ സി കൊടുത്തേക്കണേ? ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഒരു ബാക്ടീരിയൽ ഫിൽട്രേഷനിലൂടെ ഇൻഫെക്ഷനെ തടയുന്നത് വേണ്ടിയിട്ട് കേട്ടോ. ഇൻഫെക്ഷൻ ഒന്നും വരാതെ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ. കണ്ടോ, എന്തിനു വേണ്ടിയിട്ട് എ സി? ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ. നമ്മള് കാറിലൊക്കെ പോകുമ്പോ എ സി ഇട്ടുകൊണ്ട് പോകാറുണ്ട് അല്ലെ. എ സി ഇട്ടുകൊണ്ട് പോകാറില്ല. എ സി എന്തിനാ എ സി ഇടുന്നേ? പുറമേ നിന്നുള്ള വായു അല്ലെ നമുക്ക് അകത്തേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതായത് നമ്മൾ പൊടിയോ അല്ലെ, നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ നിറച്ചും പൊടിയും പൊക്കയും ഒക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ, അതായത് പുറമേ നിന്നുള്ള ജെംസ് ഒക്കെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എ സി ഇട്ട് പോകാറില്ലേ അല്ലെ. നമ്മള് ആ എ സി ഇടാതെ വെറുതെ കാറിന്റെ ഡോറൊക്കെ താണ്ടിയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ നിറച്ചും പൊടിയും പുകയൊക്കെ നമുക്ക് ശ്വസിക്കും, അങ്ങോട്ടേക്ക് വരും. അതിന്റെ കൂടെ മൈക്രോബ്സ് ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റുന്ന സൂക്ഷ്മജീവികൾ ഇല്ലേ ഈ എയറില് അല്ലേ. അപ്പൊ അതൊക്കെ കയറും. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്റർ, ഈ ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ റൂം എ സി വേണം, എയർ കണ്ടീഷണർ ആയിരിക്കണം. ഇതിനു വേണ്ടി ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ട്. ഏതികൂടെ? ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ബാക്ടീരിയൽ ഫിൽറ്റർ ചെയ്യാതിരിക്കുക കേട്ടോ, ഫിൽറ്റർ ചെയ്യാനുള്ള. അപ്പൊ ബാക്ടീരിയ ഒന്നും കയറാതെ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എ സി വേണം. കണ്ടോ, ഷുഡ് ബി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഓക്കെ, അടുത്തതാണ് ഓപ്പറേറ്റിംഗ് റൂം എക്വിപ്മെന്റ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തൊക്കെ എക്വിപ്മെന്റ്സ് ആണ് ഒരു ഓപ്പറേഷൻ റൂമിൽ
നമ്മൾ വേണ്ടത്, തിയേറ്ററിൽ വേണ്ടത് എന്തൊക്കെയാണ് നോക്കി. ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം ഹാസ് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ലൈക്ക്, പേരുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എന്ന ശ്വസനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ. ചിലർക്ക് ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയം അല്ലെ, ഒരു എക്യുപ്മെന്റ് വേണം. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, ഇപ്പൊ നമ്മൾ വെന്റിലേറ്റർ ഒക്കെ നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെ, നമുക്ക് വെന്റിലേറ്ററിലൂടെയൊക്കെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യണം, റെസ്പിറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. അതുപോലെ കാർഡിയാക് സപ്പോർട്ട്, ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അല്ലെ, അതായത് നമ്മുടെ ആ ഹാർട്ടിന്റെ ആ ഒരു എന്താ ഹാർട്ട് ബീറ്റിനെ ഒരു റെഗുലർ ആക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിനെ ഒരു കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റെഗുലേറ്ററി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇറഗുലർ ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള അതിന് സപ്പോർട്ട്, കാർഡിയാക് സപ്പോർട്ട്, അത് പേസ് മേക്കർ ഒക്കെ ഇല്ലേ, അതുപോലെയുള്ള എക്യുപ്മെന്റ്സ് വേണം. എമർജൻസി റെസിസിറ്റേഷൻ ഡിവൈസ്, റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനം എന്നാ പറഞ്ഞേക്കണേ. പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് ഏതാണ് വോക്കൽ കോഡ്, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള്, അല്ലെങ്കിൽ ലാറോങ്കോസ്കോപ്പ് പോലെയുള്ളത്, ട്രക്കിയ ട്യൂബ്, അങ്ങനെയുള്ള കുറച്ച് എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസുകൾ വേണം. പേരുകളൊന്നും വേണ്ട കേട്ടോ, എന്തൊക്കെ എക്യുപ്മെന്റ് ആണെന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പുനരുജ്ജീവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ്, ഡിഫ്രിബിലേറ്റർ, അതൊക്കെ നമ്മൾ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഡിഫ്രിബിലേറ്റർ, ലാറങ്കോസ്കോപ്പ്, ട്രക്കിയൽ ട്യൂബ്, അങ്ങനെയുള്ളതൊക്കെ, സക്ഷൻ മെഷീൻ, ഇതൊക്കെ എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസുകളിൽ വരുന്ന. പേഷ്യന്റ് മോണിറ്റർ, ഇനി പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിരീക്ഷിക്കുക അല്ലെ. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം. അതായത് ഇപ്പൊ നമുക്ക് എന്താണ് പൾസ് ഓക്സിമീറ്റർ, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് എക്യുപ്മെന്റ്സുകൾ വേണം കേട്ടോ. ബ്ലഡിന്റെയും ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ നോക്കാനുള്ള പൾസ് ഓക്സിമീറ്റർ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ, അങ്ങനെയുള്ള നമ്മൾ അതായത് ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഓക്കെ ആണെന്ന് അവര് നോക്കണമല്ലോ, മോണിറ്റർ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് പ്രഷർ മോണിറ്റർ പോലുള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ പാകത്തിനുള്ള എക്യുപ്മെന്റ്സ് വേണം. ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾ, പിന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾ വേണം, തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ, അങ്ങനെയുള്ളതൊക്കെ ഈ ഏതാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസും വേണം. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോന്ന് രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് നോക്കി വെക്കുക. ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ വേണ്ട എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്, എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസ്, പേഷ്യന്റ് മോണിറ്റേഴ്സ്, ഡയഗ്നോസ്റ്റിക് ടൂൾസ്. അത്രയും പേരുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ ഓരോന്നും നിങ്ങൾക്ക് എന്താ പറയാ, ഓരോ ചാപ്റ്ററിലും ഓരോ ഡിവൈസുകൾ എക്യുപ്മെന്റ്സ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഓരോന്നും ഡീറ്റെയിൽ അവിടെ പഠിക്കുന്നതാണ്. ഇപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാ മതി. എല്ലാം കൂടി വലിച്ചു വാരി പഠിക്കണ്ട. അവിടെ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഓരോ ഡിവൈസുകളും എക്യുപ്മെന്റ്സും പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് കേട്ടാ. ഇനി നെക്സ്റ്റ് ആണ് some of the staff who work in operating theatre consist of the following. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സ്റ്റാഫുകൾ കേട്ടോ, ആരൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടത്? മനസ്സിലായോ? Some of the staff who work in operating theatre consist of the following. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സ്റ്റാഫുകൾ ആരൊക്കെ, അല്ലെങ്കിൽ ആരൊക്കെ വേണം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ, ഏതൊക്കെ സ്റ്റാഫുകൾ വേണം, അതാണ്. ഫസ്റ്റ് ഇതാണ് നോക്കിയേ, ആരാണ്? സർജൻ. ഇതും ചോദിക്കും കേട്ടോ, എക്സാമിന് ചോദിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവർ ആരൊക്കെ, അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടുന്നവര്
ആ സ്റ്റാഫുകൾ ആരൊക്കെയാന്നുള്ളത് ചോദിക്കാം. ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആരൊക്കെയാണ് ആ പേരുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ആരാണ് ഫസ്റ്റ് വേണ്ടത്? ആരാ ഓപ്പറേഷൻ എന്ന് പറയുമ്പോ അത് ചെയ്യാനുള്ള ആള് വേണ്ടേ? ആരാ വേണ്ടേ? സർജൻ അല്ലെ? ഓപ്പറേഷൻ ചെയ്യുന്ന ആളാരാ? സർജനാണ് അല്ലെ? സർജൻ ഉണ്ട്, ആ സർജൻ വേണം. ഹു പെർഫോം ദ ഓപ്പറേഷൻ. ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ, നിർവഹിക്കാൻ വേണ്ടി ഒരു സർജൻ വേണം. അതുപോലെ തന്നെ ചോദിക്കാട്ടോ അവിടെ, ഹു പെർഫോം ദ ഓപ്പറേഷൻ. ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ആരാണ്? സർജനാണ്. 2 ക്വസ്റ്റ്യൻ കിട്ടിയ അതിന്ന്. ഒന്നാമത്തെ നമ്മൾ ആരൊക്കെ സ്റ്റാഫുകളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാളാണ് സർജൻ വേണം. ഇനി സർജൻ എന്താ ചെയ്യുന്നേ? ഹു പെർഫോം ദ ഓപ്പറേഷൻ. ഓപ്പറേഷൻസ് നിർവഹിക്കുന്ന ആളാണ് സർജൻ. ക്ലിയർ അല്ലേ? 2 കാര്യങ്ങൾ അതിന് കിട്ടിയില്ലേ? ഓക്കെ ആണോ? ഫോളോ ചെയ്യണ്ടോ? എന്റെ ഒപ്പം വരുന്നില്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ആണ് നോക്കിയേ, അനസ്തെറ്റിക്സ്റ്റ്. അനസ്തെറ്റിക്സ്റ്റ് നോക്കുക കേട്ടോ. ഹു ഗീവ്സ് അനസ്തേഷ്യ. അനസ്തേഷ്യ നൽകണ്ടേ ഇനി അല്ലെ? നമുക്ക് പച്ചയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എന്താ പറയാ ബോഡി കീറാൻ പറ്റുമോ? നമ്മളൊരു എന്ത് ചെയ്യണം? അനസ്തേഷ്യ നമുക്ക് തന്നെ. അനസ്തേഷ്യ നൽകി നമുക്ക് മയക്കിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഭാഗം മരവിച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പൊ അത് ഒരു അനസ്തേഷ്യ നൽകുന്ന അനസ്തെറ്റിക്സ് വേണം. അവിടെ നോക്കിയേ അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. അനസ്തെറ്റിക്സ് ഹു ഗീവ് അനസ്തെറ്റിക്സ്. കണ്ടോ? അനസ്തെറ്റിക്സ് എന്നാണ് പറയുന്നത്. അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഡിക്കേഷൻ ആണ് കേട്ടോ. മെഡിക്കേഷൻ ദാറ്റ് കോസ് അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് കാരണമാകുന്ന ആ മരുന്നാണ്. അതാണ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. TICS ആണ്. ആ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേ. ANAESTHTICS. അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കേഷൻസ് ദാറ്റ് കോസ് അനസ്തേഷ്യ. മെഡിക്കേഷൻ ദാറ്റ് കോസ് അനസ്തേഷ്യ. ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. അനസ്തേഷ്യക്ക് കൊടുക്കുന്ന മരുന്ന് അതാണ്, മെഡിക്കേഷൻ ആണ് കേട്ടോ അനസ്തെറ്റിക്സ്. ടു റീസ്റ്റെയിൻ പെയിൻ ബോത്ത് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. എന്തിനു വേണ്ടിയിട്ടാ? നിയന്ത്രിക്കാൻ. റീസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക അല്ലെ? എന്ത് നിയന്ത്രിക്കാനാ? പെയിൻ, വേദന നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയല്ലേ അല്ലെ? ഒരു മനുഷ്യന് ഒരു പച്ച മാംസം കയറി മുറിക്കാന്ന് പറഞ്ഞാൽ പറ്റൂല അല്ലെ? അപ്പൊ നമുക്ക് ആ സമയത്ത്, ആ സർജറി ചെയ്യുന്ന സമയത്ത് വേദന നമുക്ക് നിയന്ത്രിക്കണം. നമുക്ക് വേദന ഉണ്ടാവാൻ പാടില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പെയിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബോത്ത് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. ഓപ്പറേഷന് മുന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻ സമയത്തും ഒക്കെ അല്ലെ, നമുക്ക് ഓപ്പറേഷൻ സമയത്തും നമുക്ക് ആ വേദനയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കണം. അനസ്തേഷ്യ കൊടുക്കാനായിട്ടുള്ള മരുന്നാണ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അനസ്തെറ്റിക്സ്, ആ മെഡിക്കേഷൻ കൊടുക്കുന്നത് ആരാണ്? അനസ്തെറ്റിക്സ്റ്റ്. അനസ്തെറ്റിക്സ്റ്റ്. ആ 2 സ്പെല്ലിങ്ങും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അവിടെ ചോദിക്കാം കേട്ടോ. ഹു ഗേവ് അനസ്തെറ്റിക്സ്. അനസ്തെറ്റിക്സ് കൊടുക്കുന്നത് ആരാണ്? അനസ്തെറ്റിക്സ്റ്റ് ആണ്. ഓക്കെ, ആ 2 ക്ലിയർ ആയോ? സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. ആ ഡിഫറൻസ് കണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? 2 നോട്ട് ചെയ്ത് വെക്കണേ, മാറിപ്പോരുത്. തിയേറ്റർ നേഴ്സ് വേണം. പിന്നെ ആരാണ് വേണ്ടത്? തിയേറ്റർ നേഴ്സ് വേണം. ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യന്റ് ത്രൂ ഓൾ 4 സ്റ്റേജസ് ഓഫ് ദ ഓപ്പറേഷൻസ്. അതായത് ഓപ്പറേഷന്റെ 4 സ്റ്റേജുകൾ പറയുന്നുണ്ട്. ഓപ്പറേഷൻസിന്റെ ആ 4 സ്റ്റേജ്, ആ 4 സ്റ്റേജുകളിലൂടെ ഉടനീളം നമ്മളെ കെയർ ചെയ്യാൻ, ആ സർജറി ചെയ്യുന്ന ആളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് തിയേറ്റർ നേഴ്സസ് വേണം. തിയേറ്റർ നേഴ്സസ് വേണം. നോക്കിയേ, 3ാമത് ആരാ പറഞ്ഞേക്കണേ? തിയേറ്റർ നേഴ്സസ്. അവരെന്താ ചെയ്യുന്നേ? തിയേറ്റർ നേഴ്സ് എന്താ ചെയ്യുന്നേ? ടു ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിനെ പരിചരിക്കുകയാണ് അല്ലെ, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ത്രൂ ഔട്ട്, എപ്പോഴും ഓൾ 4 സ്റ്റേജസ് ഓഫ് ദ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസിന്റെ 4 സ്റ്റേജസിലും ഉടനീളം. ഏതൊക്കെയാണ് ആ 4 സ്റ്റേജുകൾ? ഇപ്പൊ ഒരു 4 സ്റ്റേജിന്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെയാണെന്ന് അറിയോ? സ്റ്റേജ് 1 എന്ന് പറയുന്നത്
പ്രീ ഓപ്പറേറ്റീവ് ഫേസ് ആണ്. ഇത് വേണമെങ്കിൽ ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ആ സ്റ്റേജുകൾ ഏതാണ്? 4 സ്റ്റേജ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. എക്സാമിനൊന്നും ചോദിക്കൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അത് പിന്നെ 4 സ്റ്റേജ് ഏതാണ് നമ്മൾ എന്തായാലും ഒരു ഓപ്പറേഷൻ തിയേറ്റർ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. PRE, ഓപ്പറേഷന് മുന്നുള്ള ഫേസ്. ഇത്രേ ഉള്ളൂ. എന്താണ്? ഓപ്പറേഷന് മുന്നുള്ള ഫേസ്. നമ്മൾ വെറുതെ ഒരാളോട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് വേഗം പിടിച്ച് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തിയേറ്ററിലേക്ക് കയറ്റുകയാണോ ചെയ്യണേ? ആണോ? അല്ലെങ്കിൽ ഒരു അഡ്മിറ്റ് ആയ ഒരാളെ നേരെ കൊണ്ടുവന്ന് ഇന്ന് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വേഗം പിടിച്ചുകൊണ്ടുവന്ന് അവരെ ഓപ്പറേഷൻ റൂമിലേക്ക് ഇടുകയാണോ ചെയ്യണേ? ഇല്ല. നമ്മളത് നേരത്തെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് വെക്കൂ അല്ലെ. ഇന്ന ദിവസം നമുക്കറിയാം സർജറി നേരത്തെ പറയും. എന്തിനു വേണ്ടി? ആ സർജറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം അല്ലെ. അതായത് അവരെ അഡ്മിറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നു അല്ലെ. ഓപ്പറേഷന് വേണ്ടി റെഡി ആക്കുന്ന ആ ഒരു പ്രോസസ് ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളത് രാവിലെ ഇന്നിപ്പോ എന്താണ് സർജറി ഉച്ചയ്ക്കാണെങ്കിൽ പോലും രാവിലെ തന്നെ നമ്മളെ അല്ലെ നമുക്ക് എന്താ പറയാ ഓരോ അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ നടത്തും അല്ലെ. ഫുഡൊന്നും നമ്മൾ പിന്നെ നമുക്കൊന്നും വയറുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആണെങ്കിൽ വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അല്ലേ. അങ്ങനെ ഓരോന്നൊക്കെ ഇപ്പൊ കയ്യിലൊക്കെ ആണെങ്കിൽ ഷീൽഡ് ചെയ്യുക, അങ്ങനെയുള്ള സർജറിക്ക് മുന്നേ കുറച്ച് അവിടെ പ്രൊസീജിയറുകൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് സർജറിക്ക് വേണ്ടി ആളുകളെ തയ്യാറാക്കുന്നു അല്ലെ. ഓപ്പറേഷന് വേണ്ടിയിട്ട് റെഡി ആക്കുന്ന പ്രക്രിയയാണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. ഒന്നാമത്തെ സ്റ്റേജ് കിട്ടിയോ? ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇൻഡക്ഷൻ ഫേസ്. INDUCTION, ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ ഫേസ് INDUCTION. അവിടെ എന്താണെന്ന് അറിയോ? നമുക്ക് അനസ്തെറ്റിക്സിന് ആവശ്യമായിട്ടുള്ള അനസ്തെറ്റിക് ഡ്രഗ്സ്, മരുന്നുകൾ നമുക്ക് തരികയാണ്. ആ ഒരു ഫേസ് ആണ് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയുന്നത് അല്ലെ. നേരെ സർജറി ചെയ്യൂല. നമ്മളെ കൊണ്ടുവന്ന് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? അനസ്തേഷ്യ ആ ഡ്രഗ് തരും, കുത്തിവെക്കൂലേ അല്ലെ. നമ്മളൊരു കുത്തിവെക്കും. നമുക്കത് കുറെ നേരം കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഭാഗം മയങ്ങുന്ന വേദന ഇല്ലാതായിരിക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്തിട്ടുള്ളവർക്കറിയാം. ഡെലിവറി ഒക്കെ കഴിഞ്ഞുള്ളവർക്ക് അറിയാം അല്ലെ. നമ്മൾ സിസേറിയൻ ആണെങ്കിൽ നമ്മുടെ നേരെ വളച്ചു പിടിച്ച് നമ്മുടെ ബാക്കിലെ നടുവിനല്ലേ ഒരു വലിയ സൂചിയുടെ ഒറ്റ തന്നെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അതായത് അനസ്തെറ്റിക് ഡ്രഗ് തരുന്ന സ്റ്റേജ്. അത്ര ഓർത്താൽ അനസ്തെറ്റിക് ഡ്രഗ്സ് നമുക്ക് തരുന്ന ഒരു ഫേസ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനെ പറയുന്നതാണ് ഇൻഡക്ഷൻ ഫേസ്. ക്ലിയർ അല്ലേ? INDUCTION. ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. INTRA, ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. അതെന്താ? ഇൻട്രാ ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ സർജറി നടക്കുന്ന ഫേസ്, സർജറി പെർഫോം ചെയ്യുന്ന ഫേസ് ആണ് കേട്ടോ. സർജറി പെർഫോം ചെയ്യുന്ന ഫേസ് അല്ലെങ്കിൽ സർജറി നടത്തുന്ന സ്റ്റേജ് ആണ് ഇത് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഫോർത്ത് സ്റ്റേജ് ഏതാ? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പോസ്റ്റ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. അതായത് സർജറി കഴിഞ്ഞ് നേരെ നമ്മുടെ റൂമിലേക്കോ നേരെ നമ്മുടെ വാർഡിലേക്കോ ഒന്നും കൊണ്ടുവന്ന് കിടത്തൂല അല്ലെ. അവരെന്ത് ചെയ്യുന്നു? സർജറി കഴിഞ്ഞ നേരെ തന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും അല്ലെ. ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും. അപ്പൊ ആ ഒരു ഇതാ പറയുന്നത് കേട്ടോ. സ്റ്റേജ് 4 പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് റിക്കവറി റൂമിലേക്ക് മാറ്റുന്നതാണ്. റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന ഫേസ്. റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന ഫേസ്. ഓക്കെ, റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന ഫേസ്. 4 സ്റ്റേജുകൾ കിട്ടി. ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. പ്രീ ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷന് വേണ്ടി റെഡി ആക്കുന്ന ഫേസ്. അടുത്തത് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തെറ്റിക് ഡ്രഗ്സ് നമുക്ക് തരുന്ന ഫേസ്. മൂന്നാമത്തെയാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ സർജറി നടത്തുന്ന ഫേസ്. പിന്നെ അടുത്തതാണ് ലാസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞ് നമ്മുടെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന ഫേസ്. ഈ 4 സ്റ്റേജസിലൂടെയും പേഷ്യൻസിനെ കടന്നു പോകുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട് അവിടെ? തിയേറ്റർ നേഴ്സസ് ഉണ്ട്.
ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ 4 സ്റ്റേജ് ഏതാന്ന്? ഓക്കെ ആണോ? ഓക്കെ, യെസ്. സംഗീത ഇവിടെ തമ്മിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് സംഗീതയാണ് ഇവിടെ തമ്മിട്ടേക്കണത്. ആർക്കും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പ്രംസീനയ്ക്ക് ഒന്നുകൂടി പറയണം. എന്താണ് ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ പ്രീ ഓപ്പറേറ്റീവ് ആണ്. പ്രീ ഓപ്പറേറ്റീവ് എന്താ? ഓപ്പറേഷന് മുന്നേ നമ്മൾ റെഡി ആക്കുന്ന ഫേസ്. ഓക്കെ, ഓപ്പറേഷന് മുന്നേ നമ്മളെ റെഡി ആക്കുന്ന ഫേസ്. രണ്ടാമത്തെയാണ് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ, INDUCTION. ഇൻഡക്ഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? അനസ്തെറ്റിക് ഡ്രഗ്സ് നമുക്ക് തരുന്ന സമയം, ആ ഒരു ഫേസ്, അനസ്തെറ്റിക് ഡ്രഗ്സ് നമുക്ക് തരുന്ന ഫേസ് ആണ് ഇൻഡക്ഷൻ ഫേസ്. മൂന്നാമത്തെയാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്, അതായത് സർജറി ചെയ്യുന്ന ഫേസ്. INTRA, ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്, സർജറി ചെയ്യുന്ന ഫേസ്. ദെൻ നാലാമത്തെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, അതായത് സർജറി കഴിഞ്ഞ് നമ്മളെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന ഫേസ്. ഓക്കെ, ഇങ്ങനെ ഈ 4 സ്റ്റേജിലൂടെയും കടന്നു പോകുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ 4 സ്റ്റേജസിലും ഈ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ തിയേറ്റർ നേഴ്സസ് ഉണ്ട്. അടുത്ത് നോക്കിയേ, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്. അടുത്തത് theater support workers who shift the patient between the ward and the operating theater. കണ്ടോ? അതായത് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വാർഡിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനും വാർഡിൽ നിന്ന് ഓപ്പറേഷൻ റൂമിലേക്കും. ഫ്രണ്ട്സിലേക്ക് കട്ടായത് കൊണ്ടാണോടാ ക്ലിയർ അല്ലാതെ പറഞ്ഞത്? കട്ടാവണുണ്ട് അല്ലേ? ബ്രേക്ക് ആവട്ടോ. ഒന്ന് റെക്കോർഡ് ക്ലാസ് ഒന്ന് കേൾക്കട്ടോ. ഇനി മോൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം എടുത്ത് നോക്കിയാൽ മതി. നോക്കിയാൽ ഇനി അടുത്തതാണ് ആവുന്നുണ്ട് അല്ലേ? ചിലർക്ക് നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓക്കെ, അടുത്തതാണ് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത്. തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അറിയാലോ, എന്താണ്? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നവര്? ഈ പേഷ്യൻസിനെ നമ്മള് ഓപ്പറേഷൻ റൂമിലേക്കും തിരിച്ച് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവരെ റിക്കവറി റൂമിലേക്ക്, അവിടെ നിന്ന് വാർഡിലേക്കൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്. അവിടെ അതും ചോദിക്കാം കേട്ടോ. ഹു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ബിറ്റ്വീൻ ദ വാർഡ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ, ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടാവും, തിയേറ്റർ നഴ്സിന് ഉണ്ടാവും, സർജന് ഉണ്ടാവും, അല്ലെങ്കിൽ അനസ്തെറ്റിക്സ്റ്റൊക്കെ ഉണ്ടാവും. ഓപ്ഷൻസ് നോക്കി കറക്റ്റ് ചെയ്യുക ഏതാന്ന് നോക്കിയിട്ട്. അപ്പൊ ഓരോരുത്തർക്കുടെ ഡ്യൂട്ടീസും കൂടി അവിടെ പറയണ്ടേ, അപ്പൊ അതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തതാണ് കാർഡിയോഗ്രാഫേഴ്സ്. കാർഡിയോഗ്രാഫേഴ്സ് എന്തിനാ? ടു മോണിറ്റർ ECG മെഷീൻ. ECG മെഷീൻ ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പൊ അതായത് നമ്മള് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയൊക്കെ അവർക്ക് ECG ഇതൊക്കെ നോക്കണ്ടേ? ശരിയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അപ്പൊ അതിനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. ദെൻ അടുത്തത് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. ടു ടേക്ക് എക്സ്റേ ഇഫ് ദേ ആർ റിക്വയർഡ് ആവശ്യമാണെങ്കിൽ എക്സ്റേ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആരൊക്കെയാണ്? സർജൻ, അനസ്തെറ്റിക്സ്റ്റ്, തിയേറ്റർ നേഴ്സ്, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്, കാർഡിയോഗ്രാഫർ, റേഡിയോഗ്രാഫേഴ്സ്. കിട്ടിയോ? അത്രയും സ്റ്റാഫുകൾ ഉണ്ടാകും. ഇനി നെക്സ്റ്റ് നോക്കിയേ, policy to enter an operation theater. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള പോളിസികൾ എന്തൊക്കെയാണ്? അവിടെ ഒരു ആർക്കും ചാടി കയറാനൊന്നും പറ്റില്ല. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്കുള്ള പ്രവേശനമൊന്നും ഇല്ല അല്ലെ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോളിസീസ് ആണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുമ്പോൾ നോക്കേണ്ടത്? ഓക്കെ, സ്റ്റേജ് ഫസ്റ്റ് പോയിന്റ്, ഇതും പോയിന്റ് ആയിട്ടാണ് തന്നേക്കണം. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ഇൻക്ലൂഡ് ലാസ്റ്റ് പോയിന്റ് ആണ്. റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേ ഇഫ് ദേ ആർ റിക്വയർഡ്. ഓക്കെ,
അപ്പൊ എന്തൊക്കെ പോളിസീസ് ആണ് നമുക്ക് അവിടെ ഫോളോ ചെയ്യണ്ടേ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും പോളിസികൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് കേട്ടോ. Still the aim to visit to operation room personnel and should show your ID. Personal എന്ന് പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. PRSONNEL ആണ്, സ്റ്റാഫ് എന്നാണ് കേട്ടോ അതിന്റെ മീനിങ്. പേഴ്സണൽ ആ സ്പെല്ലിംഗ് നോക്കുക, സ്റ്റാഫ് എന്നാണ് മീനിങ്. ഒരു ഓപ്പറേറ്റിംഗ് റൂം സ്റ്റാഫ് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് പറയണം? എന്താണ് വിസിറ്റിന്റെ എയിം? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്? ഇപ്പൊ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ആ വിസിറ്റിന്റെ എയിം എന്താണെന്നുള്ളത് പറയണം. ഷോ യുവർ ID. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ID കാർഡും കാണിക്കണം. അതിനകത്ത് ഉണ്ടാവുമല്ലോ ആ സ്റ്റാഫിന്റെ പേരുണ്ടാവും, ഏത് ഡിപ്പാർട്ട്മെന്റ്, അത് ഏത് സെക്ഷൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ID കാർഡ് കാണിച്ചിട്ട് ആ സ്റ്റാഫിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റാഫ് ID കാർഡ് കാണിക്കണം. അതുപോലെ തന്നെ ആ വിസിറ്റിന്റെ ഉദ്ദേശം എന്താണ്, അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് പറയണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ചിപ്പ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഹാസ് ആൻഡ് ക്യാൻ പോസിബിളി ടെയിൻ ദ സ്റ്റെറൈൽ ഏരിയ, സോ അവോയ്ഡ് ഇറ്റ്. ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ ഉണ്ടോ? കയ്യിൽ വെച്ചിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ നെയിൽ, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ചിപ്പ് നെയിൽ പോളിഷ്, ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസം, കൂടുതൽ സൂക്ഷ്മജീവികള്, മൈക്രോ ഓർഗാനിസംസിനെ, മൈക്രോബ്സിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഹാൻഡ്സ്, സാധാരണ കൈകളിലേക്കാളും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ നെയിൽ ഉപയോഗിക്കുന്നതും എക്സ്റ്റെൻഡേഴ്സ് ഉപയോഗിക്കുന്നതും ചിപ്പ് നെയിൽ പോളിഷ് ഒക്കെ എന്താണ്? കൂടുതൽ മൈക്രോ ഓർഗാനിസത്തിനെ സംരക്ഷിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്യാൻ പോസിബിലിറ്റി ഇൻ ദ സ്റ്റെറൈൽ ഏരിയ, ദെൻ സോ അവോയ്ഡ് ഇറ്റ്. അപ്പൊ ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്റ്റെറൈൽ ഏരിയ അല്ലേ? അപ്പൊ അവിടേക്ക് ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവര് ഒഴിവാക്കണം. രണ്ടാമത്തെ പോയിന്റ് ആട്ടോ, ഇതെല്ലാം ഒഴിവാക്കണം. സോ അവോയ്ഡ് ഇറ്റ്, അത് ഒഴിവാക്കണം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ നെയിൽ, എക്സ്റ്റെൻഡേഴ്സ്, ചിപ്പ് നെയിൽ പോളിഷ് ഒക്കെ കൂടുതൽ മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. സാധാരണ കൈകളിലുള്ളതിനേക്കാളും മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ സ്റ്റെറൈൽ ഏരിയ ആണ്, അങ്ങോട്ടേക്ക് മൈക്രോബ്സ് ഒന്നും പാടില്ല അല്ലെ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം ശരിക്കും. നോക്കിയ റിമൂവ് ഓൾ ജ്വല്ലറി, എല്ലാ ജ്വല്ലറി ആഭരണങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ഒരു 10 പവനൊക്കെ ഇട്ടുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി ചെയ്യാൻ കയറാൻ പറ്റുമോ ആ നഴ്സിന് അല്ലെങ്കിൽ സർജനൊക്കെ? എന്താണ്, അവർ ലിമിറ്റഡ് ആണല്ലേ, ഈ ആഭരണങ്ങളൊന്നും പാടില്ല. എല്ലാ സ്റ്റാഫുകളൊക്കെ തിയേറ്ററിൽ സർജറി ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അവരുടെ ആഭരണങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. റിമൂവ് ഓൾ ജ്വല്ലറി, എല്ലാ ജ്വല്ലറി ഇതൊക്കെ റിമൂവ് ചെയ്യണം. അടുത്ത് നോക്കിയേ, സർജിക്കൽ ക്ലോത്ത്സ്, ടോപ്പ് ആൻഡ് ബോട്ടം. കണ്ടോ, നമ്മൾ പറഞ്ഞില്ല ആദ്യം സ്ക്രബ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതായത് അങ്ങനെയുള്ള സർജിക്കൽ ക്ലോത്ത്സുകൾ, പാന്റും ടോപ്പും ബോട്ടം ഉള്ള രീതിയിൽ, പാന്റും ഷർട്ടും ഒക്കെ വരുന്ന രീതിയിലുള്ളത്, അങ്ങനെയുള്ള സർജിക്കൽ ക്ലോത്ത്സ് ധരിക്കണം. സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി സർജിക്കൽ ഏരിയ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ സർജിക്കൽ ക്ലോത്ത് ഇട്ടുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റി നടന്നുകൊണ്ട് വരാൻ പാടില്ല. ഈ സർജിക്കൽ ക്ലോത്ത്സ് എവിടെ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ? ഓൺലി സർജിക്കൽ ഏരിയ. കണ്ടോ, സർജിക്കൽ ഏരിയയിൽ മാത്രമേ ഈ സർജിക്കൽ ക്ലോത്ത്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ സർജിക്കൽ ഏരിയ. അപ്പൊ സർജിക്കൽ ക്ലോത്ത്സ് ധരിക്കണം. ഇനി ആ ക്ലോത്ത്സ് സർജിക്കൽ ഏരിയയിൽ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, കവർ ഷൂസ് ആസ് പെർ ദ ഏജൻസി പോളിസി. കണ്ടോ, കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി, അതായത് ഷൂ കവർ ധരിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഷൂ കവർ ധരിക്കണമെന്ന്? പോളിസി അനുസരിച്ച് തന്നെ ഷൂ കവർ ധരിക്കുക. ഓൾസോ ടു കവർ ഹെഡ്, നമ്മുടെ ഹെഡ് കവർ ചെയ്യുക, അതായത് ക്യാപ്സ് യൂസ് ചെയ്യണം കേട്ടോ. കവർ ഹെഡ്, ക്യാപ്സ് ആർ യൂസ്ഡ്. ഹെഡ് കവർ ചെയ്യാനായിട്ട് ക്യാപ്സുകൾ ഉപയോഗിക്കണം. സർജിക്കൽ മാസ്ക് ഓൾസോ ആസ് പെർ പോളിസി അനുസരിച്ച് കൊണ്ട് തന്നെ ആ സർജിക്കൽ പോളിസി അനുസരിച്ച് സർജിക്കൽ മാസ്കുകളും ധരിക്കണം. ഇപ്പൊ ഷൂവിന് ഷൂ കവർ ധരിക്കണം, ഹെഡിനെ കവർ ചെയ്യാൻ ക്യാപ്സ് ഉപയോഗിക്കണം, സർജിക്കൽ മാസ്കുകളും ധരിക്കണം. ക്ലിയർ അല്ലേ പോയിന്റ്സ്?
സിമ്പിൾ പോയിന്റ്സ് ആണ്. നോക്കിയേ, സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് ആസ് പെർ ദ ഏജൻസി പോളിസി. കണ്ടോ, എന്ത് നിർവഹിക്കണം? സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് ഉപയോഗിക്കണം. ഇവിടെ ഹാൻഡ് സ്ക്രബ്സ് എന്ന് പറയുന്നത് കൈ കഴുകൂലേ, നന്നായിട്ട് കൈ വാഷ് ചെയ്യണം, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്, സർജറി ചെയ്യുന്നതിന് മുന്നേ ഹാൻഡ് സ്ക്രബ് ചെയ്യണം. ഹാൻഡ് സ്ക്രബ്സ് എന്നാ പറഞ്ഞിരിക്കണം കേട്ടോ. സർജറി ചെയ്യുന്നതിന് മുന്നേ ഹാൻഡ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം, നന്നായിട്ട് കഴുകണം. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റെഡ്യൂസ്, അങ്ങനെ അപ്പൊ കൈ കഴുകുന്നത് അല്ലെങ്കിൽ സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട്, ബാക്ടീരിയയുടെ ആ കൗണ്ട് അല്ലെ, ബാക്ടീരിയ കുറയ്ക്കും. കൈ നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ ബാക്ടീരിയ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ. കൈകളില് ബാക്ടീരിയ ഒക്കെ ഉള്ളത് അതിനെ റെഡ്യൂസ് ചെയ്യുന്നു ബിഫോർ അപ്ലൈ സ്റ്റെറൈൽ ഗ്ലൗസ്. അതായത് നമ്മൾ ആ കൈയൊക്കെ നന്നായിട്ട് കഴുകി എല്ലാ ബാക്ടീരിയ ഒക്കെ അതിനെയൊക്കെ കളഞ്ഞ് ഒക്കെ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആ സ്റ്റെറൈൽ ഗ്ലൗസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് സ്റ്റെറൈൽ ഗ്ലൗസ് ഉപയോഗിക്കുന്ന മുന്നേ എന്ത് ചെയ്യണം? ഹാൻഡ്സ് നന്നായിട്ട് കഴുകണം. ക്ലിയർ ആയോ? ആ ഗ്ലൗസ് നമ്മൾ ധരിക്കുന്നതിന് മുന്നേ തന്നെ കൈ നന്നായിട്ട് കഴുകണം. കൈ നന്നായിട്ട് കഴുകാതെ ഗ്ലൗസ് ധരിച്ചിട്ട് കാര്യമുണ്ടോ? ആ ഗ്ലൗസിലേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും ഇൻഫെക്ഷൻ വരൂലേ. അപ്പൊ ഗ്ലൗസ് ധരിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? കൈകള് നന്നായിട്ട് കഴുകണം. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് ചെയ്യണം. അതെന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട്, അതിനെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാക്കും. ഇനി ലാസ്റ്റത്തെ പോയിന്റ് ആണ് എസെപ്സിസ് എന്ന് പറയുന്നത്. എസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഒരു അണുബാധയോ അല്ലെങ്കിൽ രോഗകാരണമോ ഒക്കെ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ ഇല്ലാത്ത അവസ്ഥ ആണ് എസെപ്സിസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടത്. Asepsis denotes the absence of disease-causing microorganisms. അപ്പൊ ചോദിക്കാം, the absence of disease-causing microorganisms എന്താ പറയുന്നത്? Asepsis. കിട്ടിയോ? Asepsis അണ്ടർലൈൻ ചെയ്തോ? Denote the absence of disease-causing microorganisms. ഡിസീസിന് കാരണമാവുന്ന മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ ഇല്ലാത്ത അവസ്ഥ, അതാണ് asepsis എന്ന് പറയുന്നത്. Aseptic ടെക്നിക്. എസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറൈൽ, അണുവിമുക്തമായ, അതാണ് എസെപ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. എസെപ്റ്റിക് ടെക്നിക് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആട്ടോ, തടയുക. used to avoid contamination from infectious agent. കണ്ടോ, ഇൻഫെക്ഷസ് ഏജൻസ്, ബാക്ടീരിയ, ഇതൊക്കെ മൂല മൈക്രോബ്സ് ഒക്കെ ഉള്ള ഇൻഫെക്ഷനെ അതിനെ എന്ത് ചെയ്യാനായിട്ട്, ഒഴിവാക്കാൻ, പ്രിവെന്റ് ചെയ്യാൻ, തടയാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ്, ആ ഒരു ടെക്നിക്കാണ് എസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. Aseptic technique is a method used to എന്തിനു ഉപയോഗിക്കുന്ന? Avoid or prevent contamination from infectious agent. ഇൻഫെക്ഷൻ ഏജന്റിൽ നിന്ന് കണ്ടാമിനേഷൻ ആവുന്നത് തടയുന്നത്, അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് aseptic technique എന്ന് പറയുന്നത്. And is used to keep alive a germ-free environment in the operation room. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനത്തെ ഉള്ള അന്തരീക്ഷം ആയിരിക്കണം എന്ന് പറഞ്ഞേ. എന്തായിരിക്കണം? To keep alive a germ-free environment. കണ്ടോ, ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു മൈക്രോബ്സ് ഇല്ലാത്ത, സൂക്ഷ്മാണുക്കൾ ഇല്ലാത്ത, കണ്ടാമിനേഷൻ ആവാത്ത, അല്ലെ, ഒരു നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ജേം ഫ്രീ ആയിട്ടുള്ള അന്തരീക്ഷം ഓപ്പറേറ്റിംഗ് റൂമില് നിലനിർത്തണം. ക്ലിയർ ആയ പോയിന്റ്സ്? ഓക്കെ. Next ആണ്, each operating room varies depend on the type of the surgery belongs to. കണ്ടോ, അതായത് ഓരോ ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഒക്കെ ഫെസിലിറ്റികളിലും കുറച്ച് വ്യത്യാസം വരാം. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഈ ഓരോന്നിനും ഓരോ ഇതില്ലേ, ഓരോ ഇതിനും. ഇപ്പൊ കാർഡിയോളജിയുടെ ഒരു സർജറി ചെയ്യുന്ന തിയേറ്റർ പോലെ ആയിരിക്കില്ല ഒരു ഒഫ്താൽമോളജിയുടെ. ഓക്കെ പറയാട്ടാ. എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? നമ്മള് ഈ ഓപ്പറേഷൻ തിയേറ്റർ, എല്ലാ തിയേറ്ററും ഒരുപോലെ ആയിരിക്കൂല അല്ലേ. ഇപ്പൊ ഒഫ്താൽമോളജിയിൽ വേണ്ട എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ ആയിരിക്കില്ല കാർഡിയോളജിയിലെ തിയേറ്റർ. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ജനറൽ
ജനറൽ ആയിട്ടുള്ള കാര്യങ്ങള് എന്താ പറയാ ഒരു സർജറി ചെയ്യുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് റൂം വ്യത്യാസപ്പെടും എന്നാ പറഞ്ഞേക്കണേ. അതായത് നമ്മൾ അവിടെ ഉള്ള സർജറിയിൽ അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റികളിൽ വ്യത്യാസം വരാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വേണ്ടത്, അതാണ് ആ പറഞ്ഞേക്കണേ കേട്ടോ. എന്തൊക്കെ ഫെസിലിറ്റി ആണ് നോക്കിയ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ സംഭവങ്ങൾ വേണം. ഓക്കെ, ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. അല്ലെ, അവിടെ ഏത് തരത്തിലുള്ള സർജറി ആണ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് റൂം വ്യത്യാസപ്പെടും. അല്ലേ, അതാ ഞാൻ പറഞ്ഞത്. ഒരു ഇപ്പൊ നമ്മളെ കാർഡിയോളജിയിലെ തിയേറ്ററിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളും ആവൂല ഒഫ്താൽമോളജിയിലെ ഓപ്പറേഷൻ തിയേറ്റർ. അല്ലെ, വ്യത്യാസം ഉണ്ടാകും, വ്യത്യാസപ്പെടാം. അത് എന്തൊക്കെ ഫെസിലിറ്റി ഉള്ളതെന്ന് നോക്കി. ഓപ്പറേറ്റിംഗ് ടേബിൾ, ഫസ്റ്റത്തെ കാര്യമാണ് ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. വേണ്ടേ? ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസിന് കിടത്തണ്ടേ? ഇരുത്തി ചെയ്യാൻ പറ്റുമോ? അവരെ കിടത്താനായിട്ടുള്ള എന്ത് വേണം? ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. എന്തൊക്കെ ഫെസിലിറ്റി ആണെന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. ഇൻ ദ സെന്റർ ഓഫ് ദ റൂം, എവിടെ ആയിരിക്കണം? ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ എവിടെ ആയിരിക്കണം ആ ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്? എവിടെ ആയിരിക്കണം? എവിടെ ആയിരിക്കണം? എവിടെ ആയിരിക്കണം എന്ന് പറഞ്ഞേ? സെന്ററിലായിരിക്കണം. അണ്ടർലൈൻ ചെയ്തോട്ടോ. സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു. ഇനി അത് എങ്ങനെ വേണം? എങ്ങനത്തെ ടേബിൾ ആയിരിക്കണം? ഏബിൾ ടു റൈസ്, ഉയർത്താനായിട്ട്, ലോവർ, താഴ്ത്താനായിട്ട്, ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. ഈ ടിൽറ്റ് എന്ന് പറഞ്ഞ ചെരിവ്, ഏത് ഡയറക്ഷനിലേക്കും നമുക്കൊന്ന് പതുക്കെ ചെരിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് ടേബിൾ ആയിരിക്കണം. സാധാരണ ഒറ്റ ടേബിൾ പോലെ, നമ്മുടെ ഡെസ്ക് പോലെ അങ്ങനെയുള്ള ടേബിളും ആവരുത്. അല്ലേ? അതെന്താ? പേഷ്യൻസിന് ചിലപ്പോൾ സർജറി ചെയ്യുമ്പോൾ അവരെ ചിലപ്പോൾ തലയുടെ ഭാഗം ചിലപ്പോൾ ഇച്ചിരി ഉയർത്തി വെക്കണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കാലിന്റെ ഭാഗം ചിലപ്പോൾ ഉയർത്തി വെക്കണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ താത്തി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് തിരിക്കേണ്ടി വരും. അല്ലെ, സർജറി ചെയ്യുമ്പോൾ ആളങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്നും കിടക്കാൻ പറ്റൂല്ലോ. അല്ലെ, അപ്പൊ എന്ത് ചെയ്യണം? ആ ടേബിള് അങ്ങനെയുള്ളതായിരിക്കണം. എങ്ങനെയായിരിക്കണം? സെന്ററിലായിരിക്കണം എന്ന് പറഞ്ഞു. അത് കൂടാതെ ഉയർത്താനും താത്താനും ചെരിക്കാനുമുള്ള, അത് ഏത് ഡയറക്ഷനിലേക്കും ചെരിക്കാനുമുള്ള ഒരു രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് ടേബിൾ ആയിരിക്കണം. രണ്ടാമത്തെ നോക്കിയേ, the operating room lamp allow for brilliant illumination without shadow in the case of surgery. രണ്ടാമത്തെ എന്താ വേണ്ടത്? ഓപ്പറേറ്റിംഗ് റൂം ലാമ്പ്. അവിടുത്തെ ലൈറ്റുകൾ എങ്ങനെയായിരിക്കണം? ബ്രില്യന്റ് ഇലൂമിനേഷൻ, നല്ല ഉജ്ജ്വല പ്രകാശമുള്ളതായിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, അതായത് എന്താ പറയാ, ഈ ചെറിയൊരു ഡിം ലൈറ്റിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല, സർജറി ചെയ്യാൻ പറ്റൂല. അല്ലെ, എങ്ങനെ വേണം? വലിയ ലൈറ്റ് ഒക്കെ നിങ്ങൾ സിനിമയിലാണെങ്കിൽ കണ്ടിട്ടില്ലേ? അല്ലേ? ഇല്ലേ, സിനിമയിൽ കണ്ടിട്ടില്ലേ? ആ ഹെഡ് വലിയൊരു ലൈറ്റ് ആ സർജറി ടേബിളിന്റെ മുകളിൽ തന്നെ പല പല ലൈറ്റുകൾ ഉണ്ടെങ്കിലും കുറെ ലൈറ്റുകൾ ഒരു വട്ടത്തിലൊക്കെ എന്താ നല്ല ലൈറ്റ് വേണം. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണണം. അല്ലെ, സർജറി അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അതിനുള്ള ഫെസിലിറ്റി വേണം. നമ്മള് നല്ല ലൈറ്റ് വേണം. വിത്തൗട്ട് ഷാഡോ ഇൻ ദ കേസ് ഓഫ് സർജറി. പിന്നെ അതൊരു ഷാഡോ പാടില്ല. നമ്മൾ ചിലപ്പോൾ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ തിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഷാഡോ വരും, നിഴല് വരും. അങ്ങനെയൊന്നും പാടില്ല. വിത്തൗട്ട് ഷാഡോ ഇൻ ദ കേസ് ഓഫ് സർജറി. സർജറി ചെയ്യുമ്പോൾ സമയത്ത് ഷാഡോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ബ്രില്യന്റ് ഇലൂമിനേഷൻ ആയിരിക്കണം. അടുത്ത നോക്കിയേ, പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ്. പേഷ്യൻസിനെ പല മോണിറ്റേഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? that keep track of vital signs. vital signs എന്ന് പറഞ്ഞ സുപ്രധാന അടയാളങ്ങള്. അതായത് നമ്മൾ പറയൂലേ, നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, പൾസ് റേറ്റ്, റെസ്പിറേഷൻ റേറ്റ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ മോണിറ്റർ ചെയ്യണം. അതൊക്കെ നേരെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടില്ലേ? നേരെ കാണാത്തവര് അല്ലെ തിയേറ്ററിൽ ചെയ്യാത്തവരൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മളെ ആ ഒരു ഇങ്ങനെയുള്ള ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ നേരെ പൾസ് റേറ്റും ഇതൊക്കെ നമുക്ക് നേരെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് മോണിറ്റേഴ്സിലേക്ക് പേഷ്യൻസിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ?
അല്ലെ? ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കിടെ ഹാർട്ട് റേറ്റ് അല്ലെ അവർക്കിടെ നോർമൽ ആണോ, ബ്ലഡ് പ്രഷർ നോർമൽ ആണോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വൈറ്റൽ സയൻസ്, അതാ പറഞ്ഞേക്കുന്നത് വൈറ്റൽ സയൻസ് പറഞ്ഞത്. ഇങ്ങനെയുള്ളതൊക്കെയാണ് വൈറ്റൽ സയൻസ് പറഞ്ഞ. ബോഡി ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ റെസ്പിറേഷൻ റേറ്റ്, അതൊക്കെ പൾസ് റേറ്റ്, ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഫെസിലിറ്റികളിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. They will consist of your heart rate and blood pressure. ആണ് ഇവിടെ കൊടുത്തേണ്ടത്. ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ഒക്കെ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കണം അല്ലെ? ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയോ? ഹാർട്ട് റേറ്റ് സർജറി ചെയ്യുമ്പോൾ തന്നെ ഹാർട്ട് റേറ്റ് ഓക്കെ ആണോ, ബ്ലഡ് പ്രഷർ അവർക്കൂടെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മോണിറ്ററിലേക്ക് പേഷ്യൻസിനെ ലിങ്ക് ചെയ്തിരിക്കും. അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? വെന്റിലേറ്റർ. Ventilator or breathing machine stands close to the head of the operating table. Operating table, ആ ടേബിളിന്റെ ഹെഡിൽ എന്ത് വേണം? ആ തലഭാഗത്ത്, ആ പേഷ്യന്റെ തലഭാഗത്ത് എന്ത് വേണം? വെന്റിലേറ്ററോ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീനോ വേണം. ക്ലിയർ ആയോ? വെന്റിലേറ്റർ എന്താ? നോർമൽ ആയിട്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലേ വെന്റിലേറ്റർ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാണ്ട് കേട്ടോ, വെന്റിലേറ്റർ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാണ്ട്. ലെൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ലങ്സിന് സാധാരണ നോർമൽ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാരാ? ലെൻസിന് വർക്ക് ചെയ്യുന്നത് വെന്റിലേറ്ററിലൂടെയാണ്. അപ്പൊ അവർക്ക് നോർമൽ ബ്രീത്തിങ് മെഷീൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ അല്ലെ അത് തലയുടെ ഭാഗത്ത് വേണം. എന്തിനു വേണ്ടിയാ? അവർക്ക് ബ്രീത്തിങ് കൊടുക്കാൻ. നോർമൽ ബ്രീത്ത് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ വെന്റിലേറ്റർ വെക്കും. അതിൽ കൂടെ ആയിരിക്കും ബ്രീത്തിങ് നടത്തുന്നത്. ഇഫ് ദ പ്രൊസീജിയർ ഈസ് ഡൺ അണ്ടർ ജനറൽ അനസ്തേഷ്യ. ഈ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ വെക്കുന്നത് ഏതാണ്? ജനറൽ അനസ്തേഷ്യ പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ്. എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജനറൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്. ജനറൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്. ലോക്കൽ അനസ്തേഷ്യ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏത് ഭാഗമാണ് നമ്മൾ ചെയ്യുന്ന ആ ഭാഗം മാത്രം മരവിപ്പിക്കും. മനസ്സിലായോ? ഇപ്പൊ കൈയുടെ സർജറി ചെയ്യുന്ന കൈ മാത്രം മരവിപ്പിക്കുള്ളൂ. ഇപ്പൊക്കെ അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ അറിയോ? ഈ എന്താ സിസറീനൊക്കെ കഴിഞ്ഞവർക്കട എന്താ ലോക്കൽ അനസ്തേഷ്യ മൊത്തം നമ്മളെ ബോധം കെടുത്തൂല അല്ലെ? ഏതാ വയറിന്റെ ഭാഗം മാത്രം മരവിപ്പിക്കുള്ളൂ. അതാണ് ലോക്കൽ. ജനറൽ അനസ്തേഷ്യ എന്ന് വെച്ചാൽ ബോഡി ഫുള്ളായിട്ട് നമ്മളെ ബോധം കെടുത്തുക ചെയ്യുന്നത് കേട്ടോ. അതാണ് ജനറൽ അനസ്തേഷ്യ. അപ്പൊ അങ്ങനെ ഫുള്ളായിട്ട് അൺകോൺഷ്യസ് ആകുമ്പോൾ നമുക്ക് നോർമൽ ബ്രീത്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മുടെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെന്റിലേറ്റർ. ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഈ പ്രത്യേകിച്ചും ജനറൽ അനസ്തേഷ്യ പ്രൊസീജിയർ സമയത്ത് ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ ഹെഡ് ഭാഗത്ത് വേണം. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം, ഇതാണ് എന്താ പറയാ, പേഷ്യന്റിന് ബ്രീത്തിങ് കൊടുക്കണം അല്ലെ? അതാണ് അത് സർജറി ചെയ്യുന്ന സമയത്തും വേണം. ഇപ്പൊ പെട്ടെന്ന് സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പ്രശ്നമാവുകയാണെങ്കിൽ വേഗം തന്നെ വെന്റിലേറ്റർ കണക്ട് ചെയ്യും അങ്ങോട്ടേക്ക്. ഉണ്ടോ? ഇഫ് യു ആർ കോഴ്സ് ഓഫ് പ്രൊസീജിയർ മൂവിങ് ഓക്സിജൻ, എന്തിനു വേണ്ടിയാ? ഇൻ ഓക്സിജൻ ആൻഡ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. നമ്മുടെ ലങ്സിന്റെ പുറത്തേക്കും അകത്തേക്കും ഒക്കെ ഓക്സിജൻ എടുക്കാൻ നമുക്കറിയാലോ. ബ്രീത്തിങ് ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ എയർ ഉള്ളിലേക്ക് പുറത്തേക്കും ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ഈ ജനറൽ അനസ്തേഷ്യ പ്രൊസീജിയർ സമയത്ത് വെന്റിലേറ്റർ വേണം. ക്ലിയർ ആയോ പോയിന്റ്? ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ അത്രയും പോയിന്റ്സുകള് 4 പോയിന്റ് വരെയാണ് പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് എടുത്തോളൂ. 2 പേജ് കഷ്ടി. 2 പേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആദ്യത്തെ ഓപ്പറേറ്റിംഗ് ടേബിൾ പറഞ്ഞു. അതിന് എന്താ ഉയർത്താനും താഴ്ത്താനും ഏത് ഡയറക്ഷനിലേക്കും ചരിക്കാനുള്ള ഇത് വേണം. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ലൈറ്റിന്റെ കാര്യം പറഞ്ഞേ അല്ലെ? ബ്രില്യൻ ലൂമിനേഷൻ, ഷാഡോ ഒന്നും പാടില്ല, നിഴലൊന്നും വരാത്ത രീതിയിൽ നല്ല ലൈറ്റ് വേണം. പിന്നെ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? അവരുടെ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യാൻ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു മോണിറ്ററിലേക്ക് പേഷ്യൻസിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ഉണ്ടോ? അടുത്തതാണ് വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ. ഹെഡിന്റെ ഭാഗത്തായിട്ട്, ആ പേഷ്യൻസിന്റെ ഹെഡിന്റെ ഭാഗത്തായിട്ട് അത് ആ ഒരു അത് വെച്ചിട്ടുണ്ടാകും. അതായത് പ്രത്യേകിച്ച് അവിടെ പറയുന്ന ജനറൽ അനസ്തേഷ്യ സമയത്ത് ബോഡി ഫുള്ളായിട്ട് നമ്മൾ അൺകോൺഷ്യസ് അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് ആ പേഷ്യന്റ് നോർമൽ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അവരുടെ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ ഉണ്ടായിരിക്കും. ഇത്രയും ഓക്കെ അല്ലേ എല്ലാവർക്കും?
ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനി ഒരു കുട്ടി ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് നമ്മുടെ അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞത്. അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ ആരാണ്? അനസ്തേഷ്യ ചെയ്യുന്ന ആള് ട്ടാ, അനസ്തെറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അനസ്തെറ്റിസ് എന്നാണ്. അനസ്തെറ്റിസ്, TICS, അതെന്ന് വെച്ചാൽ ഒരു ഡ്രഗ് ആണ്, ഒരു മരുന്നാണ് കേട്ടോ, മെഡിക്കേഷൻ ആണ്. അനസ്തേഷ്യ കൊടുക്കുന്ന ആ മരുന്നാണ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അനസ്തെറ്റിക്സ്, അനസ്തെറ്റിസ്, അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്ന്, അതാണ് മെഡിക്കേഷൻ ദാറ്റ് കോസ് അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് കാരണമാകുന്ന അല്ലെ അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്ന്, അതാണ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റത് അനസ്തെറ്റിക്സ്റ്റ് ആണ്. അനസ്തെറ്റിക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ നൽകുന്ന ആളാ, പ്രൊഫഷണൽ ആണ് കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണൽ ഹു അഡ്മിനിസ്റ്റർ ടു ഗീവ് അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുക്കുന്ന പ്രൊഫഷണൽ ആണ് അനസ്തെറ്റിക്സ്റ്റ് എന്ന് പറയുന്നത്. ആ മരുന്നാണ്, ആ മെഡിക്കേഷൻ ആണ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ആ രണ്ടുമാണ് അവിടെ ചോദിച്ചത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഒരു കുട്ടി ഇവിടെ ചോദിച്ചു. ഇൻട്രൊഡക്ഷൻ വൈകി കയറിയത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ് ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങളിപ്പോ ഒരാള് വൈകി കയറി കഴിയുമ്പോൾ എന്താ പറയാ, നമുക്ക് നമുക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ ക്ലാസ് തുടങ്ങണം. പിന്നെ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് പോർഷൻസ് തീരൂല. ഒരുപാട് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാണ്ട് നിങ്ങളുടെ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ തീർക്കണമെങ്കിൽ നിങ്ങൾ നോക്കിയ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 2 പേജ് പോലും നമ്മൾ എടുത്തിട്ടില്ല. അത്രയും സ്ലോ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, ക്ലിയർ ആയി പോകുന്നില്ലേ? ഇത്രയും സ്ലോയിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് കേട്ട് നോക്കുക കേട്ടോ. നമ്മുടെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. ഇനി എന്നിട്ട് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും ചോദിക്കും. ഓക്കെ, ഞാനൊരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? വേറൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ പറയുന്നത്. 3 തരത്തിലുള്ള സർജറി അവിടെ പറഞ്ഞത്. കീ ഹോൾ ഉണ്ട്, ഓപ്പൺ സർജറി ഉണ്ട്, പിന്നെ അതുപോലെ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി. അത് 3 പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻവയോൺമെന്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു, അവിടെ വേണ്ട എക്യുപ്മെന്റ്സുകൾ പറഞ്ഞു, പിന്നെ ഏതൊക്കെ സ്റ്റാഫുകളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുന്ന അതിനു വേണ്ടിയുള്ള പോളിസി എന്തൊക്കെ കാര്യങ്ങളാണ് അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പറഞ്ഞത് ഫെസിലിറ്റികളാണ്. ഓപ്പറേഷൻ തിയേറ്റർ അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഫെസിലിറ്റി വ്യത്യാസപ്പെടാം. എന്തൊക്കെ ഫെസിലിറ്റികളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടത്, അതിന്റെ 4 പോയിന്റ്സ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.